ഹായ് നമസ്കാരം. കേരളത്തിന്റെ ആദ്യത്തെ പൈതൃക ഗ്രാമമായ കൽപ്പാത്തിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കൽപ്പാത്തി കാരേക്കാട്ട് പറമ്പിലെ സുജാത ചേച്ചി നമ്മളെയും കാത്ത് അവിടെ വെയിറ്റിംഗ് ആണ്. ചേച്ചിയുടെ ഹസ്ബൻഡിന് ഒരു 8ന്റെ പണി കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പണിയോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് ആരംഭിച്ചാലോ? സോ വെൽക്കം ടു ഫൺ ഫാമിലി. ചേട്ടാ ചേച്ചി വെൽക്കം ടു ദി ഷോ. നമസ്കാരം. ചേച്ചിയെ മാത്രമേ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ചേട്ടന്റെ പേര് സന്തോഷ് നമ്പ്യാർ. സന്തോഷ് നമ്പ്യാർ. ഓക്കെ. ഞാൻ ആദ്യം തന്നെ ഈ വഴിയിലൂടെ വരുമ്പോഴേ കൽപ്പാത്തി എനിക്കൊരു പുതിയ സ്ഥലമാണ്. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽ എനിക്ക് വേറെ വൈബാണ്. വേറെ വൈബ്. അത് എല്ലാ വീടിന്റെ ഫ്രണ്ടിലും കോലം വരച്ചിരിക്കുന്നു. അതുപോലെ ഒരു ദൈവികമായിട്ടുള്ള ഒരു അന്തരീക്ഷം പോലെ ഫീൽ ചെയ്തു. എത്ര വർഷമായി ഇവിടെ ചേട്ടനും ചേച്ചി? എനിക്ക് 51 കഴിഞ്ഞു. 51 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെ. ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഓക്കെ. ഞാനും അങ്ങനെ തന്നെ. എനിക്കിപ്പോ 47 കഴിഞ്ഞു. ഇവിടെ തന്നെയാണ്. സാധാരണ എല്ലാവരും പ്രായം പറയാൻ മടിക്കുന്ന ഈ ഒരു മടി എനിക്ക് കൽപ്പാത്തിയിൽ മാത്രമേ അത് സംഭവിച്ചിട്ടുള്ളൂ. അത് നിങ്ങളുടെ ഒരു ക്വാളിറ്റിയും കൂടെ ആയിരിക്കാം. അതെ, എന്തായാലും നല്ല കാര്യം. ചേച്ചി എന്താ ചെയ്യുന്നത്? ഞാൻ ടീച്ചറാണ്, കോളേജിലെ ടീച്ചർ. കോളേജിലെ ടീച്ചറാണ്. എന്ത് സബ്ജക്ട്? ഞാൻ ഹിന്ദി. അത് ശരി. ഓക്കെ. അപ്പൊ ഹിന്ദിയിലൊക്കെ വശമുണ്ടോ ചേട്ടന്? എനിക്ക് തീരെ അറിയില്ല. എനിക്ക് കണ്ടുകൂടാന്നാണോ? നിങ്ങൾ ഹിന്ദിയിൽ എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ? ഇല്ല. ചേട്ടൻ ഒന്ന് തല കാണിച്ചേ. ഫുൾ ഫ്രീക്കൻ. ഞാൻ ആക്ച്വലി സിംഗറാണ്, ഗാനമേള ആർട്ടിസ്റ്റാണ്. 36 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ 10th കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2016 ഞാൻ വീണ്ടും പഠിക്കാൻ തുടങ്ങി. 2016. അത് ശരി. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അവരുടെ ചിന്താഗതി വേറെ ആയിരിക്കാം, ചേട്ടൻ പഠിച്ച സാഹചര്യം ആയിരിക്കില്ല. ഇല്ല, ഞാൻ ചെമ്പൈ കോളേജിൽ, അതായത് ഞാൻ മ്യൂസിക്കാണ് എടുത്ത് ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ പാസ് ഔട്ട് ഞാൻ മാർച്ചിലാണ് അത് കഴിഞ്ഞ് വന്നത്. കുട്ടികളുടെ കൂടെ നമ്മൾ ഇതാകുമ്പോൾ ഞാൻ ചെറുതായി കോളേജിൽ ചെറിയപ്പോൾ ഡിഗ്രി എടുത്തിട്ട് ഞാനിത് കട്ടിയുള്ളൂ വെച്ചു. അങ്ങനെ കാണുന്ന ഒരു ഗിമ്മിക്സ്. പിന്നെ നമ്മൾ സ്റ്റേജിലൊക്കെ ഒരു പെർഫോം ചെയ്യുന്നതുകൊണ്ട് 36 വർഷമായല്ലോ. അപ്പോൾ നമ്മൾ 10 പേര് നിന്നാൽ നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് കാണണം. പിന്നെ എനിക്ക് ഇഷ്ടമാണ് അത് മുടി എന്നിട്ട് വളരെ ഇഷ്ടമാണ്. ചേച്ചി എപ്പോഴെങ്കിലും ഇതിനെ പറയാറുണ്ട് അതൊന്ന് വെട്ടിക്കളയുമോ? പിന്നെന്താ, ഞാൻ എന്റെ പ്രൊഫഷനെ സംബന്ധിച്ചുള്ള ഞാൻ കുട്ടികളോട് ഹെയർ കട്ട് ചെയ്യാൻ പറയുമ്പോ അവര് എന്റെ ഹസ്ബൻഡ് ഹെയർ കട്ട് ചെയ്തില്ല എന്ന് പറയുമ്പോ ബുദ്ധിമുട്ടാണ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ചേച്ചി ചേട്ടന്റെ മുടി ഇഷ്ടം അല്ലാന്നുണ്ടെങ്കിലും ചേട്ടന്റെ പാട്ടിന്റെ ഒരു ഫാൻ ആയിരിക്കും ചേച്ചി, അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെയാണല്ലോ ഞങ്ങളുടെ കല്യാണം തന്നെ കഴിഞ്ഞത്. അത് ശരി. പാട്ടിലൂടെ വളച്ചെടുത്തതാണോ ചേച്ചിയെ? ഓക്കെ. ഏത് പാട്ടാ ചേച്ചിയുടെ ഫേവറേറ്റ് ചേട്ടൻ പാടുന്നുണ്ട്? ഒരുപാടുണ്ട്. പെട്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അമര മൂവിയിലെ ആ ഒരു എന്താണ്, അയ്യോ, അഴകേ നിൻ മിഴുനീർ പാടും. ചേട്ടാ, അപ്പൊ നല്ലൊരു പാട്ടോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് ആരംഭിച്ചാലോ നമുക്ക്? അഴകേ നിൻ മിഴിനീർ മണി കുളിരിൽ തൂവരുതേ, കരളേ നീ എൻ്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ, പരിഭവങ്ങളിൽ മൂടി നിൽക്കുമി വിരഹവേള തന്നൊമ്പരം, ഉൾക്കുടന്നയിൽ കോരിയുന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാം, ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിനു നിനയഴകാമിൻ അഴകേ, അഴകേ നിൻമിഴിനീർമണി കുളിരിൽ തൂവരുതേ, കരളേ നീ എൻ്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ. സൂപ്പർ. ചേച്ചി, ഞാനിവിടെ വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞായിരുന്നോ ചേട്ടന്റെ അടുത്ത്? ഞാനങ്ങനെ അറിയിച്ചിട്ടില്ല. ചേട്ടാ, ചേട്ടൻ ഞങ്ങൾക്ക് പാട്ട് പാടി ഞങ്ങളെ സന്തോഷിപ്പിച്ച സ്ഥിതിക്ക് ചേട്ടൻ ഒരു ദുഃഖം ഞങ്ങൾ അങ്ങ് തരുന്നു. ചേട്ടൻ ഒരു ടാസ്ക്, ഒരു പണി. ചേച്ചി, എന്താണ് നമുക്ക് പണി കൊടുക്കുക? നമുക്ക് ഒരു പായസം ഉണ്ടാക്കിയാലോ എന്നാ? ഓക്കെ. പിന്നെ ഞങ്ങൾ അങ്ങനെ തന്നെയല്ലേ, 30 കൊല്ലായി ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഇപ്പോഴും ഫ്രണ്ട്സാണ്. ഭയങ്കര സന്തോഷം. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പൊ ചേച്ചിയുടെ ആഗ്രഹം നിറവേറ്റണ്ടേ? എന്ത് പായസം ഉണ്ടാക്കാം? സേമിയ ആയിരിക്കും കുറച്ചും കൂടെ എളുപ്പം. കാരണം അതെ, ഇങ്ങനെ ടാസ്ക് കൊടുക്കുമ്പോ എല്ലാരും അല്ല, പാവ അടുക്കളയിൽ കയറുകയല്ല ആദ്യമായിട്ട് ഒരു പായസം ഉണ്ടാക്കാനായിട്ട്. അപ്പൊ പിന്നെ ചെറുതിൽ തുടങ്ങാം. അത് നല്ലൊരു തീരുമാനമാണ്. അപ്പൊ ചേച്ചി എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കും. ഞങ്ങള് പായസമായിട്ട് വരാം. അപ്പൊ ചേച്ചി അത് ടേസ്റ്റ് ചെയ്ത് നോക്കി മാർക്ക് ഇടണം. കൊള്ളൂലെങ്കിൽ കൊള്ളൂലെന്ന് പറയണേ. അപ്പൊ എന്റെ ഭർത്താവാണെന്നൊക്കെ പറഞ്ഞ ഞാൻ എന്തായാലും ഇത് പറയും.
അറിയാലോ, സാധനങ്ങളൊക്കെ അടുക്കളയിലുണ്ട്, നോക്കിക്കോളാം. ചേട്ടാ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ചേട്ടൻ ഗോതയിലേക്ക് ഇറങ്ങുകയാണ്. പോവാ നമുക്ക്. കിച്ചൺ എവിടെ? Yes, let's go. അപ്പോൾ ചേട്ടാ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയം പായസമാണ്. സേമിയം പായസത്തിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയാവോ? ഒരു വെല്ലുവിളിക്ക് ഏറ്റെടുത്ത് വന്ന ഐഡിയ ഉണ്ട്. എന്തൊക്കെയാ വേണ്ടേ? സേമിയ വേണം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്, പാല്. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഓക്കെയാണ്. എല്ലാം എവിടേക്ക് വെച്ചേക്കണേന്ന് അറിയാവോ ചേച്ചിയോട്? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എന്തെന്ന് തുടങ്ങാം? നമുക്ക് പാലാദ്യം എടുക്കാം. ശരി, പാല് വെച്ചിട്ട് പാല് ഫ്രിഡ്ജിൽ. ഓക്കെ, ഓക്കെ, പാല് റെഡിയായി. പാൽ ആദ്യം തന്നെ നമ്മൾ ചൂടാക്കണോ? അതാണ് അതിന്റെ തുടക്കം. അതാണ് തുടക്കം. ഇച്ചിരി വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നെയ്യ് ഒഴിക്കണം. ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കാം. എന്തൊക്കെയാ എടുത്തേക്കണേ? നെയ്യ്, അണ്ടിപ്പരിപ്പ്, ഇതെന്താ? ഏലക്ക. ഇനി മുന്തിരി ഉണ്ട്. മുന്തിരി അതല്ലേ ലാസ്റ്റ് ഇരിക്കുന്നത്? യെസ്, ഓക്കെ. ജാസ്തിയായി, സാരമില്ല, നമുക്കത് ആ ഒരു പവറിൽ വന്ന് ഒരു ലോഡ് നെയ്യ് തട്ടി അത് മാറ്റണോ? അതിനകത്ത് നിന്ന് എടുക്കണോ? കുറച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി വെച്ചാൽ ചേച്ചിയുടെ പരാതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ചേച്ചിയും ചേട്ടനും വർഷങ്ങളായിട്ട് അറിയാവുന്നത്, കുട്ടിക്കാലം തൊട്ടേ കളിക്കൂട്ടുകാരാണോ? കളിക്കൂട്ടുകാരല്ല. തൊട്ടടുത്ത വീട് ഇതേപോലെ ഒരു ചെറുപ്പം തൊട്ടേ കാണുന്നു, സംസാരിക്കുന്നു. വീട്ടുകാർ കല്യാണം ആലോചിക്കുന്നതാണോ? അതിനു മുമ്പ് ഞങ്ങൾ ഓക്കെ, അത് ശരി. രണ്ട് വീട്ടുകാർക്കും രണ്ടുപേരും നല്ല ഇഷ്ടമായിരുന്നു. അവർ ഇങ്ങനെ ഒരു ബന്ധം ചിന്തിച്ചിട്ടില്ല, പ്രതീക്ഷിച്ചില്ല. നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. ആ നെയ്യ്, അതുപോലെ അണ്ടിപ്പരിപ്പ്. എന്തുണ്ടാക്കിയാലും നമുക്ക് കോരിയിട്ട് മാറ്റി വെക്കണം. ചെറിയൊരു ഇത് കഴിച്ചാൽ അറിയാട്ടോ. നെയ്യിലിരിക്കുന്ന കപ്പലണ്ടി എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഇപ്പൊ എടുത്താൽ എൻ്റെ കൈ കൊള്ളും. ചൂടാറട്ടെ. അങ്ങനെ നമ്മൾ മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഏലക്ക എല്ലാം കൂടെ നെയ്യിലിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് അത് പൊരിച്ചെടുത്ത് അതവിടെ മാറ്റി വെച്ചേക്കുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ ആ നെയ്യിലോട്ട് സേമിയം ഇട്ടു. ഇനി പഞ്ചസാര എവിടെ വെച്ചിരിക്കുന്ന ആണോ? മതിയാവുന്ന തോന്നണട്ടാ. സാധാരണ ഇത്രയൊന്നും വേണം. ഈ സേമിയൊക്കെ വെന്ത് അതിലൊക്കെ ചേരണ്ടേ? അതെ, പോരാന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആണോ? എന്നാ ചേട്ടന് ഇഷ്ടം പോലെ ചെയ്തു. എനിക്ക് അറിഞ്ഞുകൂടാ. ചേട്ടാ സേമിയം ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചു. കുഴപ്പമില്ല. ചിലപ്പോൾ ഇതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു രുചി വന്നാലോ? വരില്ല. അത് കരിഞ്ഞ രുചി മാത്രമേ വരൂ. ശരിക്കൊരു ഫണ്ണായില്ല. ഇതൊക്കെ ഒരു രസമല്ലേ? എല്ലാം നമ്മൾ കറക്റ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാ? ഇത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ചേച്ചി ഇനി ഇന്ന് പായസത്തിൽ തുടങ്ങി നാളെ ചോറും കറി അവിയൽ എല്ലാം ഏൽപ്പിക്കും. അതാണോ വലുത്? അതോ ഇല്ല, ഇതുകൊണ്ട് ഏൽപ്പിക്കില്ല. ഒരു കണക്കിന് നന്നായി. നന്നായി. എന്ത് ചെയ്യാം,
ഒന്നും ചെയ്യല്ല. ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ചേച്ചിക്ക് നമ്മൾ കൊടുക്കുന്നു. ഇതൊരു വേറെ രീതിയിലുള്ള, ഞാൻ പണ്ട് ട്രിവാൻഡ്രം പോയപ്പോൾ ഇങ്ങനെയാണോ അവിടുത്തെ സേമിയെന്ന് നമ്മൾ കാച്ചുന്നു. ചേച്ചി വിശ്വസിക്കുന്നു. ചേട്ടന് 10ൽ 10 മാർക്ക് കിട്ടുന്നു. ചേട്ടൻ ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ വലിയ വെല്ലുവിളിയൊക്കെ എടുത്തിട്ട് വന്ന് കരിഞ്ഞു പോയല്ലോ എന്നാ ചേട്ടൻ ആലോചിക്കുന്നത്. അറിയിക്കണ്ട. അറിയും, ഭയങ്കര ടേസ്റ്റാണ്. അത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിച്ചോട്ടെ. ചേട്ടാ ഇത് മനസ്സിൽ നിന്നൊക്കെ ചേട്ടനാകെ ടെൻഷൻ അടിച്ചിരിക്കും. ടെൻഷനായി. ചേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് എങ്ങനെ അറിയോ, നിങ്ങൾ കാര്യം ചെയ്യുമ്പോൾ പെർഫെക്ഷൻ നമുക്ക് മനസ്സിലായി. ലോകം മുഴുവൻ കാണുന്ന ഒരു ചേട്ടൻ ആദ്യമേ പറഞ്ഞു എനിക്ക് കുക്കിംഗ് അറിയില്ല, അതുകൊണ്ട് അതൊരു സീനില്ല. ഒരു വെറൈറ്റി സേമിയ പായസമാണ് നമ്മളിന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം നമുക്ക്. ആദ്യമായിട്ടാണ് സേമിയ കറുത്ത സേമിയ കാണുന്നത്. ഓക്കെ, പക്ഷെ അത് വേറൊരു ടേസ്റ്റിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു ചേട്ടാ. ഇല്ല, ചേട്ടൻ എന്ത് നെഗറ്റിവിറ്റി, മൊത്തം നെഗറ്റീവ്. ചേട്ടൻ പോസിറ്റീവായിട്ടിരിക്കും. ഇനി എന്താ വേണ്ടത്? ഞാൻ ഒന്ന് ടേസ്റ്റ്. ചേട്ടൻ്റെ ഒരു സമാധാനം, ചേട്ടൻ ടേസ്റ്റ് ചെയ്തു. പക്ഷെ ഈ സാധനമൊക്കെ ചേച്ചിക്ക് കൊടുക്കും. ചേച്ചിയോട് പറയണ്ട, അത്രേ ഉള്ളൂ. ചേച്ചി അറിയൂല. ഞാനും ചേട്ടനും മാത്രം, പിന്നെ പ്രേക്ഷകർ. മധുരമുണ്ട്, ടോട്ടല് മധുരമുണ്ട്. എന്തെങ്കിലും ഒരു അടി പിടിച്ചതിൻ്റെയോ അല്ലെങ്കിൽ കരിഞ്ഞതിൻ്റെ എന്തെങ്കിലും ഒരു സാധനം വരുന്നുണ്ടോ? സേമിയ വരട്ടെ കേട്ടോ, സേമിയ വന്നാലേ അറിയാം. മധുരം കറക്റ്റാണോ? ചേട്ടനിപ്പോൾ സേമിയ മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ? അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്, അതൊക്കെ ഇട്ട ടേസ്റ്റ് മാറും. ഓ ശരിയാണ്, ആലോചിച്ചു. ചേട്ടൻ അത് മറക്കേണ്ടതല്ലല്ലോ. ടെൻഷൻ കയറി, ഇതാണ് പ്രശ്നം. ഒരു ഡപ്പ നെയ്യ് മൊത്തം, ഞങ്ങൾ കൽപ്പാത്തിക്കാരാന്ന് പറഞ്ഞ ആ ഡപ്പ നെയ്യ് മൊത്തം എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. സാറിന് ചേട്ടൻ ടെൻഷൻ അടിക്കണേ? ടെൻഷനില്ല, ഭാര്യയുടെ മുമ്പിൽ വില പോകുന്നതാണോ? ഇല്ല, നമ്മുടെ വീക്ക്നെസ് ഒക്കെ അവർക്കറിയാം. പിന്നെ എന്ത് പ്രശ്നം? പ്രേക്ഷകരാണോ ചേട്ടൻ്റെ പ്രശ്നം? അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്നും കൂടെ കട്ട് ചെയ്ത് അടുത്ത സാധനമാണ്. സെറ്റ് നൈസായിരിക്കും. ഓക്കെ, ഇത് അണച്ചോ? ഒന്നുമില്ല, നമ്മൾ ഈ സാധനം ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നേരെ ചേച്ചിക്ക് കൊടുക്കുന്നു. ചേച്ചിയുടെ റിവ്യൂ എന്താണെന്നുള്ളത് നമ്മൾ അറിയുന്നു. ഓക്കെ, ഇവിടുന്ന് നേരെ നമ്മൾ ഇതിങ്ങനെ എടുത്ത് ചേച്ചിക്ക് സമർപ്പിക്കുന്നു. ഒന്നും മിണ്ടുന്നില്ല. ഇത് കരിഞ്ഞു പോയ കാര്യം മിണ്ടുന്നില്ല, ഗീ എക്സ്ട്രാ ആഡ് ചെയ്ത കാര്യം മിണ്ടുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. ചേച്ചി എന്താ പറയണമെന്ന് നോക്കട്ടെ. പോവാം. കാത്തിരുന്ന് മുഷിഞ്ഞോ? പിന്നല്ലാതെ കുറെ നേരം നല്ല പണിയിലായിരുന്നു അവിടെ. അതെയോ? ചേച്ചി, അപ്പൊ അങ്ങനെ അതിമനോഹരവും അതിവിദഗ്ധവുമായി ചേട്ടൻ ഒരു സ്പെഷ്യൽ സേമിയ പായസം റെഡിയാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കി വേർത്തല്ലേ? അടുക്കളയിൽ ചൂടല്ലേ, സ്വാഭാവികമായിട്ടും ഈ അടുപ്പിന്റെ ചൂടിന്റെ ഒരു വേർപ്പാണ്, അല്ലാതെ വേറൊന്നുമല്ലല്ലോ. അപ്പൊ ചേച്ചി ഐശ്വര്യമായിട്ട് ഒന്ന് കഴിച്ച് ടേസ്റ്റ് ചൂട് കരിഞ്ഞൊരു മണമുണ്ട്. അത് അണ്ടിപ്പരിപ്പിന്റെ ആയിരിക്കും അല്ലേ? അണ്ടിപ്പരിപ്പിന്റെ സേമിയ ലേശം കരിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി എന്റെ കയ്യിലല്ല, ഞാൻ വിട വാങ്ങി. സേമിയ കരിഞ്ഞു. ഞാൻ പറയാറുണ്ട് പലപ്പോഴും, ഒരു പണി ചെയ്യുമ്പോൾ വേറൊരു പണി ചെയ്യാൻ മൾട്ടി ടാസ്കിംഗ് എന്ന് പറയില്ലേ, മൂപ്പരെ കൊണ്ട് സാധിക്കില്ല. അത് ടേസ്റ്റ് ഉണ്ടോ വെച്ചാൽ ഉണ്ട്, ഇല്ലാതെ പറയുന്നില്ല. ബട്ട് ആ സേമിയ കരിഞ്ഞതിനൊരു ചേച്ചി അങ്ങനെ ഇതിന് മുമ്പുള്ളതൊന്ന് കഴിച്ചു നോക്കണമായിരുന്നു. ഇപ്പൊ നെയ്യും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് സൂപ്പർ ആക്കി തന്നിട്ടുണ്ട്. നെയ്യ് നെയ്യ് മുഴുവൻ ഒഴിച്ചിട്ടുണ്ടോ? ചേച്ചിക്ക് നെയ്യ് നല്ല ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഒഴിച്ചതാ, സ്നേഹം കൊണ്ട് ഒഴിച്ചതാ. മൊത്തം കരിഞ്ഞു അപ്പൊ സേമിയ? മൊത്തം കരിച്ചിട്ടുണ്ട്. ടേസ്റ്റ് ഇല്ലേ? ടേസ്റ്റ് നെയ്യ് ഉണ്ടല്ലോ, നെയ്യും അണ്ടിപ്പരിപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടോ?
ഓക്കെ. എന്തായാലും ചേട്ടൻ ചെയ്തതിൽ ചേച്ചി തൃപ്തിയല്ലേ അല്ലെ? ആ തൃപ്തിയായി ആവണല്ലോ. എന്റെ വിധി. എത്ര മാർക്ക് കൊടുക്കാം നമുക്ക് ചേട്ടന്? ഒരു 100-ല് 50. 50 പ്രതീക്ഷിച്ചായിരുന്നോ? അത് 50 പോരാ എന്നാണ് ഇതിന്റെ എക്സ്പ്രഷൻ. പിന്നെ ഇത് കരിച്ചു അത് കരിച്ചു ആരിട്ട് ചേട്ടന് 100 തരാം. എനിക്ക് തരുമായിരുന്നു. അങ്ങനെയാണ്. അയ്യോ ഇത് ഞങ്ങള് കുടുംബം കരിഞ്ഞുപോയി അതിന്റെ ആ ടേസ്റ്റ്. പക്ഷെ എന്റെ അടുത്ത് അവിടുന്ന് പറഞ്ഞെന്താണെന്നറിയോ, എന്റെ ഭാര്യ എന്തുണ്ടെങ്കിലും എന്നെ വിട്ടുകൊടുക്കില്ല എന്നാണ്. അത് ശരിയാണ്, ഞാൻ വിട്ടുകൊടുക്കില്ല. ഉള്ളത് പോലെ ഈ കഴിക്കുന്ന ഐറ്റത്തിലുള്ളത് പോലെ പറയാം. ഇല്ലെങ്കിൽ ഇതേപോലെ വേറെ ആർക്കെങ്കിലും കൊണ്ടു കൊടുത്തു കഴിഞ്ഞാല് അവര് കളിയാക്കൂലേ ചേട്ടനെ? പിന്നെ മനസ്സിലായോ എത്ര ബുദ്ധിമുട്ടുണ്ട് എന്നൊരു പായസം വെക്കാൻ? പായസത്തിൽ എളുപ്പമുള്ള പണിയാണ്, അത് വെക്കാൻ അത്ര ബുദ്ധിമുട്ട്. ഇക്കണക്കിന് നേരത്തെ എന്റെ വാക്കും കേട്ട് ചേച്ചി ടാസ്കുള്ള പണി കൊടുത്തെങ്കിൽ ഓക്കെ. സോ എനിവേ ചേട്ടൻ വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സ്പിരിറ്റിൽ ചേട്ടൻ എടുത്തു. പിന്നെ കുറച്ച് വർത്താനം പറയേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി, അത്ര ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ചേട്ടന്റെ ടാസ്ക് കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്തത് അറിയാലോ, ചേച്ചിയുടെ ഗെയിമിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ചേച്ചി, ഞാൻ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. നേരത്തെ എന്നോട് സംസാരിച്ചപ്പോൾ കയ്യിലേക്ക് കുറെ വളകൾ ഉണ്ടായിരുന്നു, എല്ലാം മൂരി വെച്ച് പ്ലാൻ ചെയ്ത് തന്നേക്കാണ്. വാശിയുണ്ടോ ഇത് ജയിക്കണോന്ന്? വാശിയുണ്ട്. എന്തായാലും ഗെയിം ആവുമ്പോ വിന്നിങ്, പാർട്ടിസിപ്പേഷനിലുപരി വിന്നിങ്ങും. അല്ല, ഇതില് ചേച്ചി വിജയിച്ച് കാണുമെന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണ്. കാരണം ചേട്ടൻ അവിടെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. ചേട്ടനെ കരിഞ്ഞു പോയതിൽ ചേട്ടന്റെ മുഖമൊക്കെ മാറി. ഫസ്റ്റ് കണ്ട ചേട്ടനെ അല്ല പിന്നെ കണ്ടപ്പോ. അപ്പൊ ചേട്ടന് വേണ്ടി ചേച്ചി ഇത് ജയിച്ച് കാണിക്കണം. റെഡി അല്ലേ? മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, സെറ്റ്. അപ്പൊ ഞാൻ ഗെയിമിന്റെ റൂൾസ് പറഞ്ഞുതരാം. അതായത് ഇവിടെ ഒരു ലെഗിങ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴത്ത് തന്നെ 2 കാലുകളിൽ ഈ ക്യാരംസിന്റെ കോയിനില്ലേ, കോയിൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ചേച്ചിയുടെ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൂടെ കൈയിട്ട് ഇങ്ങനെ നമ്മൾ സോക്സ് ഒക്കെ ഇടൂലേ, സോക്സ് ഇടുന്ന പോലെ കൈയിട്ട് പോയി ആ കോയിൻ എടുത്ത് അതെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് ഈ ടേബിളിൽ വെക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈ കൊണ്ട് ഇപ്പൊ ഇങ്ങനെ കയറ്റാൻ പാടില്ല. ഈ 2 കൈകൾ കൊണ്ട് മാത്രമാണ് നമുക്ക് ഗെയിം കളിക്കാൻ പാടുള്ളൂ. ഓക്കെ, 1 മിനിറ്റ് ആണ് ചേച്ചിയുടെ സമയം. അപ്പൊ ആ 1 മിനിറ്റിനകത്ത് 2 കോയിൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആയ നമ്മുടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകും. റെഡി അല്ലേ? കൈയൊക്കെ വാടാ താടാ ഇതല്ലേ? ഓക്കെ. സോ ചേച്ചി കൈ ആദ്യം തന്നെ ഇവിടെ ഇങ്ങനെ വെച്ചോളൂ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. No. 15 സെക്കൻഡ് കഴിഞ്ഞു. വരട്ടെ, come on. 21 സെക്കൻഡ്. പിടിക്കരുത്. ഓക്കെ, അതെടുത്തു. ഇനി അത് തിരിച്ച് എടുത്തോ. കിട്ടിയാ? 32 സെക്കൻഡ് ആയി. കണ്ണി കുത്തുവോ എന്റെ? ചേച്ചി 38 സെക്കൻഡ്. അത് തിരിച്ചെടുക്കാൻ വേണം, പെട്ടെന്നാവട്ടെ. 50 സെക്കൻഡ്. 5 4 3 2 1 ടൈം. അയ്യോ സാറിന് ചേച്ചി അടിപൊളിയായിട്ടാണ് ചേച്ചി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നോക്കിയപ്പോ 10 സെക്കൻഡ് കൊണ്ട് 2 കൈ മുക്കാ ഭാഗം ഉള്ളിലോട്ട് കയറിപ്പോയി. പിന്നെ എന്താണ് ഇത് കിട്ടിയില്ല? എന്താണ് അത് അവിടെ കുടുങ്ങിപ്പോയി, അത് കിട്ടുന്നില്ല. ലെഗിൻസ് അല്ലേ, അപ്പൊ അത് വഴുക്കുന്നതിന്റെ ഒരു. ഓക്കെ, കുഴപ്പമില്ല. ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളതാണ് കാര്യം. വിന്നിങ് പിന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പൊ ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നമുക്ക് ഗിഫ്റ്റ് ട്രീറ്റ് മാത്രമേ, സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ് മാത്രമേ മിസ് ആയിട്ടുള്ളൂ. ബാക്കി ഒരുപാട് ഗിഫ്റ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വേണ്ടേ? പിന്നെ അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ്സ് വന്നിരിക്കുന്നു. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അമ്മമാരെ നമസ്കാരം. ഓക്കെ, ചേച്ചി തന്നെ ഞങ്ങളെ പരിചയപ്പെടുത്തി തന്നാലും അമ്മമാർ ആരുടെയൊക്കെ അമ്മയാണ്? ചേട്ടന്റെ അമ്മയാണ്, ചേച്ചിയുടെ അമ്മയാണ്? ഇതെന്റെ അമ്മ, ചേട്ടന്റെ അമ്മ. ഓക്കെ, അമ്മയുടെ പേര് വിജയലക്ഷ്മി. എന്താ ചെയ്തിരുന്നു? ഞാൻ അഗ്രികൾച്ചർ കോർപ്പറേഷനിൽ വർക്ക് ചെയ്തിട്ടായിരുന്നു. 25 കൊല്ലം സർവീസ് ചെയ്തതാണ്. അത് ശരി. ഓക്കെ, സൂപ്പർ. 2018 റിട്ടയർഡായി. അമ്മയോ? ഞാൻ പ്രേമ എൻ്റെ പേര്. ഞാൻ കുറച്ച് ടെക്സ്റ്റൈലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പ്രായമായപ്പോൾ ഒരു ചെറിയ കട മോനിട്ട് തന്നിട്ടുണ്ട്. അമ്പലത്തിന്റെ ഉമ്മർത്ത് കൽപ്പൂരം എല്ലാ സാധനങ്ങളും.
ഓക്കെ ശരി. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം ഒക്കെ കണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഈ പായസം ടേസ്റ്റ് ചെയ്തായിരുന്നോ മോനുണ്ടാക്കിയേ? പായസം ടേസ്റ്റ് വരും. അത് സേമിയ കഴിഞ്ഞു പോയതിന്റെ ഒരു പ്രശ്നമുണ്ട്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും പ്രശ്നമില്ല. ഓക്കെ. അമ്മയ്ക്ക് ഇഷ്ടായോ? ആദ്യമായിട്ട് വെക്കുന്നതല്ലേ കുറച്ച്. എന്റെ മോൻ അടുക്കളയിൽ കയറിയിട്ടില്ലല്ലോ. അത് ചെറുപ്പത്തിൽ അമ്മയെ സഹായിക്കാൻ വരെ കയറിയിട്ടില്ലേ? ഇല്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല ഭാഗത്തോട്ടൊന്നും. ഓക്കെ. വേറൊരു കാര്യം ഇനി ചേട്ടനിലേക്ക് വരുന്നു. ചേട്ടന് വേണ്ടി വാശിയേറി പോരാടി തോറ്റു പോയിരിക്കുകയാണ് ചേച്ചി. ഗെയിം കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്, ഇതുവരെ കാണാത്തൊരു ഗെയിമാണ്. അപ്പൊ ഞാൻ ഗിഫ്റ്റിലേക്ക് കടക്കുന്നു. ആദ്യം തന്നെ ബി പെർഫ്യൂംസ് നൽകുന്ന നല്ലൊരു സമ്മാനം. ബി പെർഫ്യൂംസ് വിത്ത് 12 hours ലാസ്റ്റിംഗ് ഗ്യാരണ്ടി. അടുത്തതായി ഗ്രാമി ദോശ ഇഡ്ഡലി മാവ് നൽകുന്ന നല്ലൊരു സമ്മാനം. ഗുണമേന്മയും സ്വാദും ഒരുമിച്ച് ആരോഗ്യമുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കും. ഓറിബൺസ് യുവർ ഇന്നർ ബ്യൂട്ടി നൽകുന്ന നല്ലൊരു സമ്മാനം. സ്ത്രീകളുടെ വ്യത്യസ്തമായ ബോഡി റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ടുള്ള ഇന്നർ വെയർ. ഇതിലെല്ലാം ഉപരിയായി സൂര്യ കോമഡിയുടെ മറ്റൊരു വലിയ സമ്മാനം. ഹാപ്പി? ഓക്കേ. അപ്പൊ ഈ സന്തോഷം ഒന്നും കൂടെ കൊഴിപ്പിക്കാനായിട്ട് ഒരു പാട്ടും കൂടെ ആയാലോ? ഓ, രണ്ടുപേര്. യെസ്. പണിമല മുരുകനെ പള്ളിവേലായുധം പാറിപ്പറക്കുന്ന പൊന്മയിൽ വാഹനവും മാർഗഴിത്തിങ്കളോ ജ്ഞാനപ്പഴമോ വരിക വരിക വടിവേല ഹരഹരോ ഹരഹര ഹരഹരോ ഹര. സൂപ്പർ. അങ്ങനെ നല്ലൊരു അടിപൊളി പാട്ടോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആർക്കെങ്കിലും എന്തെങ്കിലും പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് ഡീറ്റെയിൽസ് അയച്ചോളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. സോ ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ് ഫ്രം ഫൺ ഫാലിമി. ബൈ.